കോഴിക്കോട് മാനാഞ്ചിറയിൽ ചെരുപ്പ് കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന ചലഞ്ചിൽ പങ്കെടുക്കാൻ ആളുകളുടെ തിക്കും തിരക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചും ഓഫർ ചെയ്തിരുന്നു. ആളുകളുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റു. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വലിയ തിക്കും തിരക്കും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു കടയുടെ ഓഫർ? ഇങ്ങനെ വന്നവർക്ക് ആ ഓഫർ അവർ നൽകിയിട്ടുണ്ടായിരുന്നോ? പേർക്കുള്ള ഓഫറാണ് ഇവർ നൽകിയിരുന്നത്. അതായത് ആദ്യം വരുന്ന ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചുമാണ് ഓഫർ നൽകിയിരുന്നത്. ഈ ട്രെൻഡ് ഫാക്ടറി എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഈ ഓഫർ നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി, അതായത് കോഴിക്കോട് മാത്രമല്ല കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരാണ് ഈ ഒരു ഓഫർ കണ്ടുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നല്ല, ഇന്നലെ അർദ്ധരാത്രി മുതൽ നല്ല തിരക്കായിരുന്നു ഈ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ അനുഭവപ്പെട്ടിരുന്നത്. കാരണം നിരവധി പേർ ക്യൂ ആയി നിൽക്കുന്ന ഒരു സാഹചര്യം, അത് പല ഇൻസ്റ്റഗ്രാം പേജുകളിലും ആ ഒരു വീഡിയോ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളവർ കൂടെ ഇങ്ങോട്ട് എത്താതെ പോയത്. എന്തായാലും 200 പേർക്ക് നൽകിയ ഓഫറിന് 2000-ഓളം പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസ് തന്നെ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. തുടർന്ന് ആളും ബഹളവുമായതോടു കൂടിയാണ് പോലീസ് എത്തിയത്. പോലീസിനെ അറിയിക്കാതെയാണ് ഈ പരിപാടി നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇങ്ങനെ ഗതാഗതം തടസ്സപ്പെട്ട് വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടപ്പോഴാണ് പോലീസ് ഇവിടെ എത്തിയത്. ശേഷം ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തുകയായിരുന്നു. ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ഇന്നലെ എപ്പോ എത്തിയതാ? ഞാൻ ഇന്ന് രാവിലെ എത്തിയതാ. ഇന്നലെ രാത്രി മുതൽ നല്ല തിരക്കായിരുന്നല്ലോ അല്ലേ? നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ 5 മണി തൊട്ടിട്ട് ഫുള്ള് തിരക്കാന്ന്. ഇവിടെ വന്നതിന് ശേഷം 10 മണിക്ക് കട ഓപ്പൺ ആക്കുക. ഇവിടെ ഇത്ര നേരമായിട്ട് ഓപ്പൺ ആക്കിക്കില്ല. എല്ലാവരും പോലീസുകാരെ എല്ലാവരും അട്ടി പൈപ്പിക്കുക ലാത്തിയായിട്ട്. ആണ് ഞാളും എത്ര നേരമായി വന്നിട്ട് അറിയോ? ഞാള് ഇവിടുന്ന് പോലീസുകാരെ ഇങ്ങനെ പായിപ്പിക്കുക ഓരോ നേരമായിട്ട്. മറ്റു ജില്ലകളൊക്കെ ആൾക്കാർ വന്നാണ്. എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നാണ്. ഞാളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. 200 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. ഒരു സ്റ്റോറി ഇട്ട് കുറച്ച് മുന്നേ 20 മിനിറ്റ് മുന്നേ. അതെങ്ങനെ കൊടുക്കാം? 10 മണിക്കല്ലോ ഷോപ്പ് ഓപ്പൺ ആക്കുക. 10 മണിക്ക് ഷോപ്പ് ഓർക്കുന്ന പറഞ്ഞ 10 മണിക്ക് ടോക്കൺ ഒക്കെ കൊടുക്കുന്നത് 3 മണി വന്ന ആൾക്കാർക്ക് നേരത്തെ കൊടുത്തു വിട്ട്. പിന്നെ ആളുകൾ തള്ളി കയറായിരുന്നു. പിന്നെ ആൾക്കാർ തള്ളി കയറി. ഒരു പറഞ്ഞ് 10 മണിക്കാണ് ഷോപ്പ് തുറക്കുക, അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ 3 മണിക്ക് 4 മണിക്കൊക്കെ വന്ന് ടോക്കൺ കൊടുത്തു വിടാന്ന് പറഞ്ഞാല് അപ്പൊ നമ്മള് നോമ്പ് പിടിച്ച് വരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മള് കൊറേ നേരം ഇവിടെ വന്ന് നിന്നിട്ട് ഇത്ര നേരമായിട്ട് പോലീസുകാർ ആട്ടിപ്പയപ്പിക്കല്ലാണ്ട് പോലീസുകാര് അടിച്ചു ഓടിപ്പിക്കുക. പോലീസുകാര് പോലീസിന്റെ എന്തായാലും പോലീസ് ലാത്തി എത്തിയപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എവിടെ നിന്ന് വന്നാ? പെരുമണ്ണ രാവിലെ പൊലച്ചക്ക് എത്തിന്. നല്ല തിരക്കായിരുന്നോ? അപ്പൊ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതാണ് അമൃത, നിരവധി പേരാണ് ഈ ഓഫർ കണ്ടുകൊണ്ട് ഇവിടെ എത്തിയത്. പക്ഷെ അതിനുവേണ്ട യാതൊരു നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം ഓഫറുകൾ കണ്ടാൽ നിരവധി പേരും എത്തുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും ഇവിടെ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ അവിടെ എത്തിച്ചേർന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഈ സംഭവത്തെ കുറിച്ച് എന്താണ് ഈ കട ഉടമകൾ പറയുന്നത്? അവരുടെ എന്തെങ്കിലും വിശദീകരണമോ പ്രതികരണമോ വന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിലുള്ളത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. അവരെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് ഈ കടയുടെ ഉദ്ഘാടനം നടക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ആരെങ്കിലും പരാതി നൽകിയാൽ തുടർന്നുള്ള നടപടികൾ നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ പോലീസിനെ അറിയിക്കാതെയാണ് ഈ പരിപാടി നടത്തിയതെന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കട ഉടമകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അമൃത, എന്താണ് വർഷ, അവരെന്താണ് പറയുന്നത്? അടി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് അവിടെ നടക്കുന്നത്? അതുപോലെ എനിക്ക് പാന്റ് ബന്ധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാണിച്ചു എനിക്ക് ഇവിടെ കിട്ടിയൊന്ന് കണത്തിന് വേദന ഉണ്ട്. നോമ്പ് തൊട്ടി വരുന്ന മക്കളാണ് ഇതൊക്കെ. ആര് മറുപടി പറയൂ? ആരും പറയും കിട്ടിയ സഹിക്കുക അത്ര തന്നെ. അല്ല ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഒരു ടോക്കൺ ഉണ്ടെന്നാ പറഞ്ഞത്. ടോക്കൺ നമുക്കൊന്നും കിട്ടിയില്ല. ആകെ 200 ടോക്കന്. ആ ടോക്കൺ പറഞ്ഞിട്ടുമില്ല.
പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. എന്നിട്ട് ആകെ 200 ടോക്കനെ പറഞ്ഞേ. ഇവിടെ വന്ന് ടോക്കൻ നിന്ന ആള് കൂടുതലേ ചെയ്യുള്ളൂ, ആള് കുറയൂല. ഇല്ല, എന്താ പറയാ. വർഷാ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മാനാഞ്ചിറയിലാണ് ഇത്തരത്തിൽ ചെരുപ്പ് കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന ചലഞ്ചിൽ പങ്കെടുക്കാൻ ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടായത്. 1 രൂപയുടെ നോട്ടുമായി വരുന്ന ആദ്യത്തെ 200 പേർക്ക് ഷൂവും അതുപോലെ തന്നെ വാച്ചും ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്ക് ഇന്നലെ തൊട്ട് തന്നെ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളും പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.